എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്ത്? HR പഠിക്കാനല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എല്ലാവരും ഒന്ന് പറയണം. നിങ്ങൾ HR എടുക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ HR എടുക്കാനുള്ള കാരണം? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ടെൽ മീ തശ്രീഫ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ തശ്രീഫ് നമ്മൾ HR കോഴ്സ് എടുക്കാനുള്ള കാരണം? നമ്മളത്തെ അല്ല, HR എടുക്കാനുള്ള കാരണം എന്താണ്? എന്ത് പർപ്പസ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? അറിയുന്ന പോലെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നുണ്ടോ, എനിക്ക് എംപ്ലോയീസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ HR കോഴ്സ് എടുത്തത്. പലർക്ക് പല രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാവുക. എല്ലാം മാനേജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അതേപോലെ നല്ലൊരു റെപ്യൂട്ടേഷൻ കിട്ടും എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ്. ആഗ്രഹം വെച്ചിട്ടുള്ള ആളാണ്. അതെ അതെ, ഓക്കെ 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 ഓക്കെ. നല്ലൊരു പൊസിഷനിൽ എത്താന്നുള്ളതാണ്. പൊസിഷനിൽ എത്താന്നുള്ളതാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. എന്താണ് ഹിബക്ക് എന്തുകൊണ്ടാണ് അടുത്താനുള്ള കാരണം? ഹിബക്ക് എന്താണ് റീസൺ? ഹിബക്ക് എന്തുകൊണ്ടാണ് HR പോകാനുള്ള താല്പര്യം? എനിക്ക് HR നല്ലൊരു പൊസിഷൻ ആണെന്ന് തോന്നിയുണ്ട്. ഇല്ല, അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ തശ്രീഫിനും തോന്നിയപ്പോ തന്നെയാണ് HR നല്ല പൊസിഷൻ ആയത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ പറയാണ്, ഞാനിപ്പം HR ഫാക്കൾട്ടി ആയത് എനിക്ക് കുട്ടികളെ ടീച്ചിങ് ചെയ്യാൻ വളരെ താല്പര്യമുള്ളത് കൊണ്ടാണ്. എനിക്ക് കുറച്ചും കൂടി എൻ്റെ മനസ്സിൽ എനിക്കൊരു സ്കില്ലുണ്ട്. എനിക്ക് ഒന്നും കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ആയിട്ട് അവരെ പഠിപ്പിച്ച് വലിയ ലെവലിലേക്ക് ജോബൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് എനിക്ക് ഏറ്റവും കിട്ടുന്ന റെക്കഗ്നേഷൻ. മനസ്സിലായല്ലോ? അല്ല എനിക്ക് എമൗണ്ട് ഓഫ് ഫീസോ സാലറിയോ ഒന്നല്ല. അതേപോലെ ഹിബക്കൊരു സാധനം ഉണ്ടാവും. ഹിബക്ക് എന്തുകൊണ്ടാണ് HR എടുക്കാനുള്ള കാരണം? ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നല്ലൊരു പൊസിഷൻ ഇപ്പൊ HR എന്ന് പറഞ്ഞത് കൊണ്ടാണോ HR എടുക്കാനുള്ള കാരണം? അത് മാത്രമാണോ റീസൺ? ആണോ ഹിബ? ഒരു കമ്പനിയിലൊക്കെ ആയാലും നമ്മൾ ഓൾ ഇൻ ഓൾ എല്ലാം ആണല്ലോ, നമ്മൾ തന്നെ ആണല്ലോ. അത് വേണം, ഓൾ ഇൻ ഓൾ ആയിട്ട് വേണം. എല്ലാരോടും എന്താ പറയാ, അറിയുന്ന രീതിയിൽ പറഞ്ഞു. തെറ്റിക്കോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തെറ്റിയാലേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. എന്തിന്റെ റീസൺ കൊണ്ടാണ് നിങ്ങൾ HR എടുക്കാനുള്ള കാരണം? റെലവന്റ് ക്വസ്റ്റ്യനാ. നാളെ നിങ്ങൾ ഇന്റർവ്യൂവിൽ പോയി ഇരിക്കുക, നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ ഇന്റർവ്യൂക്ക് വന്നു, HR ഇന്റർവ്യൂക്ക് വരിക, അങ്ങനെ ചോദിക്കൂലേ നിങ്ങൾ എന്തുകൊണ്ട് HR കോഴ്സ് എടുത്തില്ലേ, നിങ്ങൾ എന്തിന്റെ പാഷൻ കൊണ്ടാണ് HR എടുക്കാനുള്ള കാരണം എന്ന് ഹിബ ചോദിക്കൂലേ? ചോദിക്കോ? അപ്പൊ ഇവനക്ക് ഇങ്ങനത്തെ ആൻസർ കിട്ടിയാ മതിയോ? അപ്പൊ ഇവ എന്ത് പറയും? ഹിബ എന്തിന്റെ റീസൺ കൊണ്ടാണ് HR കോഴ്സ് എടുക്കാനുള്ള കാരണം? അപ്പൊ ഞാൻ പറഞ്ഞു ഫാക്കൾട്ടി എനിക്ക് ഇന്നത് താല്പര്യമുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഹിബക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് എടുക്കാനുള്ള താല്പര്യം? ഇല്ലേ? ഹിബക്കില്ലേ? ഹിബക്ക് താല്പര്യമില്ലേ? അല്ല, എല്ലാ ഇപ്പൊ കമ്പനിയിലായാലും എവിടെ ആണെങ്കിലും ഓണിലോൺ ആയിക്കൂടെ നമുക്ക്? ആണ് ഞാൻ ചോദിച്ചത്. HR എന്താന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്, ഹിബക്ക് എന്തിന്റെ പേർപ്പസ് എന്താണ് HR എടുക്കാനുള്ള കാരണം? ഇപ്പൊ ഒരാൾ പറയാണ് ടീച്ചർ, ഈ എന്താണ് ടീച്ചർ എടുക്കാനുള്ള കാരണം? ഇപ്പൊ ഒരു പറയാണ് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്. അതല്ലേ, ആ ഒരു കാരണത്താലല്ലേ ഓളാ ഇതെടുത്തത്. നമുക്ക് എല്ലാ എംപ്ലോയീസിന്റെ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണല്ലോ HR എന്ന് പറയുന്നത്. യെസ്, എക്സാക്ട്ലി. അപ്പൊ ഇതാണ് ആര് നിശ്ചയം? ഹിബന്റെ നിശ്ചയം. അർച്ചനക്ക് എന്താണ്? അർച്ചന ഉണ്ടോ അവിടെ? അത് എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ നല്ലൊരു പൊസിഷൻ സമൂഹത്തിൽ വേണമെന്നുള്ളത്. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ഇപ്പം എംപ്ലോയീസിന്റെ എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് എല്ലാം നല്ല രീതിയിൽ ഇടപഴകാൻ, അവരുടെ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം നോക്കാം. അപ്പൊ അവരുടെ മുന്നിൽ നമുക്കൊന്ന് ഷൈൻ ചെയ്ത് നടക്കാൻ. അങ്ങനെ ഷൈൻ ചെയ്ത് നടക്കാനാണ് HR കോഴ്സ് എടുത്തത്. എന്താ പിന്നെ എനിക്ക് ബിസിനസ് ഫീൽഡ് എന്താന്ന് പോലും അറിയത്തില്ല. ഞാൻ BBA എടുത്ത സമയത്ത്. അപ്പൊ ചുമ്മാ ജസ്റ്റ് പഠിച്ചു എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഇതിനെ പറ്റിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് HR എന്ന് പറയുന്ന സംഭവത്തിന് ഇത്രയും ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ വിചാരിച്ചു ഇത് തന്നെ എടുക്കാമെന്ന്. അങ്ങനെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, നൈസ്. എന്തായാലും മൂന്നാളും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരു ജോബിലേക്ക് നോക്കുന്നതിലേക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലി ആയിട്ട് വരച്ച് കാണിച്ചു തരാം ഒരു HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? എൻ്റെ
സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, ആകെ ഇത്രേ ഉള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, എൻ്റെ കമ്പനീൻ്റെ പേരെന്താ? സ്കിൽ ഫ്ലൈ എന്ന് വിചാരിക്കാം. സ്കിൽ ഫ്ലൈയിൽ ആരാ ഫൗണ്ടേഴ്സ്? ഒന്ന് ജിഫ്രി, ഒന്ന് ഞാനുണ്ട്, ഒന്നുള്ള ഫൗണ്ടർ മുനവർ സാറാണ്. ഓക്കെ, ഒന്ന് മുനവർ സാറും ഒന്ന് ഞാനുമാണ്. നമ്മൾ രണ്ടാൾ വിചാരിച്ചാൽ ഈ കമ്പനി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ആ, എന്റെ കമ്പനി ഇപ്പൊ എന്റെ വേറെ കമ്പനിയാണ് എജുസോൾ. ഏകദേശം 700 ടീച്ചർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും മുനൂർ സാറുമാർ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നടക്കുവോ? ഇല്ല. അപ്പൊ എന്റെ കമ്പനിയിൽ പിന്നെ ഒരു കമ്പനി ഏതൊക്കെ പൊസിഷൻസ് ഉണ്ടാവും? സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവൂലേ? ഉണ്ടാവും. രണ്ടാമത്തത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവൂലേ? എന്റെ കമ്പനിയിൽ ഏതൊക്കെ റണ്ണാക്കാന്, പോസ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആക്കാന് ഒക്കെ മാർക്കറ്റിംഗിന്റെ ആളുണ്ടാവൂലേ? ഉണ്ടാവും. പിന്നെയാണ് ഓപ്പറേഷന്റെ ആൾക്കാർ. നിങ്ങൾ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ അല്ല കേട്ടോ, ഈ ഓപ്പറേഷൻ വേറെയാണ്. കമ്പനിയുടെ ഡേ ബൈ ഡേ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഓപ്പറേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ. അത് പോകണം, അവിടെ നാളെ ഈ സാധനം കൊടുക്കണം, പ്രോപ്പറായിട്ട് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കണം. ആൾക്കാർ അറിയില്ലേ? ഇതിനാണ് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുക. പുതിയ ആൾക്കാർക്ക് ഈ വേർഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ എഴുതി വെക്കണം, നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഞാനിത് പറയുന്ന സമയത്ത് ലെക്ചറിനോട് പോലെ നിങ്ങൾ എഴുതി വെക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്. പിന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഏതെന്ന് വെച്ചാൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആര് ഡിപ്പാർട്ട്മെന്റ്? ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഇവിടെ എന്തൊക്കെ വേണം? ഫാക്കൽറ്റി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എക്സർവൈ. ഇതൊക്കെ നമ്മുടെ കമ്പനീസിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് എന്തുണ്ട്? നമ്മളെ കമ്പനിയിൽ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് മൊത്തം ഞാൻ മുനവർ സാറുമാർ നോക്കിയിട്ട് മാത്രം കാര്യമുണ്ടോ? അപ്പൊ ഇത് ഉണ്ടോ? ഞാൻ മുനവർ സാറുമാർ മാത്രം നോക്കി കഴിഞ്ഞാൽ അത് കഴിച്ചിട്ടാവോ? ഇല്ല. അവിടെ നമുക്ക് എന്ത് വേണം? ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ HR വേണം. ആര് വേണം? HR വേണം. HR ആണ് സകലകല സാധനങ്ങളും. ഇപ്പൊ എക്സാമ്പിൾ പറയാം, നാളെ സെയിൽസ് ടീമിൽ ആള് റിസൈൻ ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഓർക്കുള്ള എന്ത് ചെയ്യണം? പുതിയ ആളുകൾക്കുള്ള ഹയറിങ് ചെയ്യണ്ടേ? വേണ്ടേ? നമ്മൾ ഒരാളെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ ഫസ്റ്റ് നമ്മൾ എന്താണ്? റിക്രൂട്ട്മെന്റ് ചെയ്യണം. മനസ്സിലായോ? റിക്രൂട്ട്മെന്റ്സ് ചെയ്യണം. ഈ റിക്രൂട്ട്മെന്റ് ചെയ്തതിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓരോ എന്ത് ചെയ്യണം? സെലക്ഷൻ ചെയ്യണം. നല്ല ആളെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു 100 ആൾക്കാർ വന്ന്, 100 സെയിൽസിന്റെ ആൾക്കാർ വന്ന് നമ്മൾ 100 ആളെ എടുക്കുമോ നമ്മുടെ കമ്പനിയിലേക്ക്? ഇല്ല. അത് നമ്മളാകെ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും എടുക്കുക. ഒരാളായിരിക്കും എടുക്കുക. അതാണ് സെലക്ഷൻ. ഓക്കെ, നമ്മൾ ലിസ്റ്റിലുള്ളതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഏതെങ്കിലും ഒരാളെ നമ്മൾ എന്താക്കും? നമ്മളെ കമ്പനിയിൽ എടുക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് അനുസരിച്ചിട്ടാണ്. എൻ്റെ കമ്പനിയിൽ 10 വേക്കൻസി ഉണ്ടെങ്കിൽ 10 വേക്കൻസി എടുക്കും. പിന്നെ നമ്മളെ കമ്പനിയിൽ എത്തിയാൽ മാത്രം മതിയോ? ഓൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഓൺ ബോർഡിങ് ചെയ്യണം. എന്താ ഓൺ ബോർഡിങ് അറിയോ? ഓൺ ബോർഡിങ്? ഇല്ല. ഇവിടെ തഷീഫ് മാത്രമേ ഉള്ളോ? ഫിദിയും വരൊന്നുമില്ല, അർച്ചനൊന്നുമില്ലേ? ആരില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? എന്നാ ഫിദ ഒന്ന് പറയടാ, എന്താ ഓൺ ബോർഡിങ്? സംസാരിക്കട്ടോ. ഞങ്ങളെ മാക്സിമം സംസാരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളും കൂടി അഗ്രസീവ് ആവണം. സംസാരമാണ് HR മെയിൻ ആയിട്ട് വേണ്ട സാധനം. ഞാൻ സംസാരം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഇന്റർവ്യൂ സെക്കൻഡിലേക്ക് ഞാൻ കൊണ്ടുപോയില്ല. അതിനോട് മാക്സിമം നിങ്ങളെ കൊണ്ട് ഞാൻ ട്രൈ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം എന്നോട് സംസാരിക്കണം, എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ എത്തിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ. ഓക്കെ, അപ്പൊ ഓൺ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ നാളെ പറയുകയാണെങ്കിൽ 10-ാം തീയതി കമ്പനിയിലേക്ക് പോരേണ്ടി എന്ന് പറയാം. എന്നാണ് ജോയിൻ ഡേറ്റ് 10-ാം തീയതി. ഓരോ കമ്പനിയിലേക്ക് അവിടെ കൊണ്ടുവന്നാൽ ഇരുത്തിയതിനെ കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അവിടെ എന്ത് കൊടുക്കണം? നോക്കി, നമ്മൾ കമ്പനി നിൽക്കുന്ന എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? ഇതാണ് കേട്ടോ ജിഫ്രി, ഇതാണ് തഷീഫ്, ഇതാണ് ഹിബ, ഇതാണ് അർച്ചന എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓൺ ബോർഡ് ചെയ്യിപ്പിക്കേണ്ട പോലെ ഞാൻ എന്റെ കമ്പനിയിലേക്ക്. ഓക്കെ, ഇപ്പൊ ഈ 1 പറഞ്ഞ ആളാണ് ഇപ്പൊ എന്റെ കമ്പനിയിലേക്ക് തന്നെ എടുക്കുന്നത്. ഓക്കെ, മൂപ്പരെ പേര് മുഹമ്മദ് എന്നാണ്. ഇപ്പൊ മുഹമ്മദ് എന്റെ കമ്പനിയിലേക്ക് എടുത്തിയാൽ മുഹമ്മദിനോട് പറയും, മുഹമ്മദേ ഇതാണ് കേട്ടോ സ്കിൽ ഫ്ലൈ എന്ന കമ്പനി, വെൽക്കം ടു സ്കിൽ ഫ്ലൈ എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻഗേജ്മെന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇതാണ് കേട്ടോ തെഷ്രിഫ കേട്ടോ ഇവിടെ സീനിയർ മാനേജർ, ഇതാണ് കേട്ടോ ഹിബ അവിടെ അക്കൗണ്ടന്റ് ആണ്, ഇതാണ് കേട്ടോ അർച്ചന അവിടെ സെയിൽസിന്റെ ഹെഡ് ആണ്, ഇതാണ് കേട്ടോ വൈഷ്ണവി ഇവിടുത്തെ ഹെഡ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? വേണ്ട?
കൊടുക്കണോ? ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. എനിക്ക് ഓൻ ഇവിടെ വരുന്ന സമയത്ത് പിറ്റേ നോമ്പ് നാളെ പണിക്ക് വരില്ല. കാരണം എന്താ? ഓൻ പറയും ആ കമ്പനി ഒരു വൈബില്ല എന്ന് പറയും. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ HR എന്ത് കൊടുക്കും? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കും. എന്താ ട്രെയിനിങ്? ഓന് ഇവിടെ എത്തിയത് ഒരു സെയിൽസിലേക്ക് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഹെഡ്, നിങ്ങളെ കമ്പനിയിൽ ഒരു സെയിൽസ് ഹെഡ് ഒക്കെ ഉണ്ടാവൂലേ? ഒരു സെയിൽസ് കോൾ ചെയ്യുന്നവരുണ്ടാവും, സെയിൽസ് ഹെഡ് ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ ഉണ്ടാവുന്ന സമയത്ത് ഓർക്ക് വേണ്ടി ഇനീഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണ്ടേ? എടാ ഇതാണ് എജുസോൾ, ഇതാണ് സ്കിൽ ഫ്ലൈ സെയിൽസ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബിഷ മാം ആണ്. ഇപ്പൊ സുബിഷ മാമിനോടാണ് ക്ലിയർ ആയിട്ട് ചോദിക്കേണ്ട കാര്യം. അങ്ങനെ പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രെയിനിങ് ഒരു തരും. ഇങ്ങനത്തെ ബേസിക് ആയിട്ട് ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കണ്ടേ? ഇത് നമ്മൾ പറയും ട്രെയിനിങ് എന്ന്. പിന്നെ ഒരാൾ നമ്മളെ കമ്പനിയിൽ നിന്ന് ഒരാൾ എന്താവാണ്? റിസൈൻ ചെയ്യാണ്, ഇല്ലെങ്കിൽ ടെർമിനേഷൻ ചെയ്യാണ്, ഇല്ലെങ്കിൽ എന്താക്കാണ്? ഓന് ഇവിടുന്ന് എന്താ ടെർമിനേറ്റ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ ഓനക്ക് പോകുന്ന സമയത്തുള്ള എക്സിറ്റ് ഇന്റർവ്യൂ കാര്യങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു HR നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കമ്പനിയിലെ ഹയറിങ് മുതൽ ആ കമ്പനിയിൽ ആള് ഒഴിഞ്ഞു പോകുന്നത് വരെയുള്ള കംപ്ലീറ്റ്ലി കാര്യങ്ങൾ മാനേജ് ചെയ്ത് ദ മദർ ഓഫ് കമ്പനി എന്നൊക്കെ പറയും. ഓക്കെ, HR സ്റ്റാഫിന്റെ മദർ എന്നൊക്കെ പറയും HR. ഓക്കെ, അപ്പൊ നമ്മളെ കമ്പനിയിലെ ഇത്രയും വലിയ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് നടക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? HR എന്ന് പറയാം. ആ ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന പേരാണ്, ആ വ്യക്തിനെ പറയുന്ന പേരാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ്. എന്താ പറയാ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് HR എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണം. HR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കമ്പനിയിൽ ഹയറിങ് മുതൽ ആ കമ്പനി സ്റ്റാഫ് എക്സിറ്റ് ആവുന്നത് വരെയുള്ള കംപ്ലീറ്റ്ലി ഈച്ച് ആൻഡ് ഔട്ട് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് HR. അപ്പൊ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ തന്നെ ചെയ്യണോന്ന്? വേണ്ട. അത് കമ്പനീന്റെ സൈസിനനുസരിച്ച്, ചില കമ്പനി വലിയ MNC കമ്പനി ആയിരിക്കും, ചില കമ്പനി ചെറിയ കമ്പനി ആയിരിക്കും. അപ്പൊ ചില കമ്പനിയിൽ എല്ലാത്തിനും സ്റ്റാഫ് ഉണ്ടാവും, ചില കമ്പനിയിൽ സ്റ്റാഫിന്റെ ഇവിടെ സ്റ്റാഫ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതർ സെഷൻസ് നമ്മൾ എടുത്തു കൊടുക്കുക എന്നുള്ളത്. ബേസിക് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്ന ആ വ്യക്തിനെ പറയുന്ന പേരാണ് HR എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫൈൻ ആണോ? ഓക്കെ അല്ലേ? HR എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അർച്ചന, ഇബാൻ മനസ്സിലായില്ലേ? അപ്പോൾ എന്തൊക്കെ തുടങ്ങണം? റിക്രൂട്ട്മെന്റ്സ് വേണം, എംപ്ലോയി റിലേഷൻ വേണം, കോമ്പൻസേഷൻ. എന്താ കോമ്പൻസേഷൻ? ഓൾക്ക് എത്ര സാലറി കൊടുക്കേണ്ടത്, ഓൾക്കുള്ള ബെനിഫിറ്റ്സുകൾ, ഓൾക്കുള്ള ട്രെയിനിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് HRM. എന്താ HR-ഉം എന്താ HRM എന്ന് പറയുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ HR ആൻഡ്, ഞാൻ ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കലി വരച്ച് പറഞ്ഞിട്ട് എന്തിനാന്ന് അറിയോ? നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതൊക്കെ മനസ്സിലാക്കണേ. ഞാൻ അതാ ചെറിയ കുട്ടിക്ക് വരച്ചു കൊടുക്കുന്ന മാതിരി പ്രാക്ടിക്കലി നിങ്ങൾക്ക് എടുത്തിരുന്നേ. എന്താ HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? HRM തമ്മിലുള്ള വ്യത്യാസം എന്താ? HR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു ആ ചെയ്യുന്ന എന്താണ് വ്യക്തി അല്ലേ? ഇപ്പൊ തെസ്റ്റീഫ് ആണ് ചെയ്യുന്നത്. തെസ്റ്റീഫിന്റെ കമ്പനിയിൽ അർച്ചനയും ഞാനും ഹിബയും മനു ഉണ്ട് എന്നുണ്ടെങ്കിൽ തെസ്റ്റീഫ് ആണ് അവിടെ HR ആണ് അവിടുത്തെ എല്ലാ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ ചെയ്യാം. HR എപ്പോഴും ഉണ്ടാവും. എന്റെ കൂടെ ഏത് സമയം ഉണ്ടാവുന്ന ആളാരും അറിയോ? HR ആണ്. അല്ല, എന്റെ കൂടെ നിൽക്കുന്ന സെയിൽസ് ഡിപ്പാർട്ട്മെന്റോ മാനേജിങ് മറ്റേ ഓപ്പറേഷൻ ഹെഡോ ഒന്നല്ല. എന്റെ കൂടെ ഏത് സമയം എന്റെ കൂടെ ഉണ്ടാവുന്നത് HR ആയിരിക്കും. HR എക്സിക്യൂട്ടീവ്, HR ഹെഡുമാരായിരിക്കും. കാരണം എന്താ? ഞാൻ ഓരോട് കാര്യങ്ങൾ പറയും, ഓരത് കമ്പനിയിൽ പോയിങ്ങാണ്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ HRM എന്താണെന്ന് അറിയാം. നമ്മുടെ കമ്പനിയിൽ, എന്റെ കമ്പനിയിൽ ഇപ്പൊ എജുസോൾവ് എന്നുള്ള കമ്പനി, അല്ലെങ്കിൽ സ്കിൽ ഫ്ലൈ എന്നുള്ള കമ്പനി പറയാ 500 സ്റ്റുഡൻസ് വേണം നമ്മളെ കമ്പനിയിൽ, 50 സ്റ്റുഡൻസ് വേണം അടുത്ത മാസത്തെ നമ്മുടെ സ്കിൽ ഫ്ലൈന്റെ ടാർഗറ്റ്. അടുത്ത 50 സ്റ്റുഡൻസ് നമ്മുടെ കമ്പനിയിലേക്ക് എന്ത് വേണം? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്താവണം? ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ടാർഗറ്റ് കൊടുത്ത്. അത് ഞാൻ ആരോട് പറയും? നിങ്ങൾ തന്നെ പറയും. ആരോട് പറയും? യെസ്, HR-നോട് ഞാൻ പറയും. HR അത് ആരോട് പറയും? HR മണ്ഡലം ആർക്കൊക്കെ ഉണ്ടാവും? സെയിൽസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ഓപ്പറേഷൻ ഉണ്ടാവും. അപ്പൊ സെയിൽസ് ഇത് ആരോട് പറയും? HR ഇത് ആരോട് പറയും? HR ഇത് ആരോട് പറയും? ഹിബ, അർച്ചന അവിടെ ഇല്ലേ?
എംപ്ലോയീസിനോട് പറഞ്ഞ സെയിൽസ് ആകുമ്പോ ആരോടാ പറയാ അവിടുത്തെ ആ കമ്പനിയിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനോടല്ലേ പറയാ. ആ ആ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അടിയിൽ ആരുണ്ടാവും? ഹെഡ് കേട്ട് കഴിഞ്ഞാൽ ഹെഡിന്റെ അടിയിൽ ആരൊക്കെ ഉണ്ടാവും? ടെലികോളേഴ്സ് ഉണ്ടാവും. ടെലികോളേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത്രയും ഹൈറാർക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു HR ചെയ്യുന്നത്. മനസ്സിലായോ? ആയോ? അപ്പൊ എന്റെ കമ്പനിയിൽ 50 സെയിൽസ് ആണ് അടുത്ത മാസം നടക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രോപ്പർ ആയിട്ട് ഇവർക്ക് ഞാൻ റിക്രൂട്ട്മെന്റ്സും ട്രെയിനിങ്ങും മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സഹായിച്ച് എന്റെ കമ്പനിയിലെ ഗോൾ എന്റെ കമ്പനിയിൽ എന്താണോ ലക്ഷ്യം ആ ഒരു ലക്ഷ്യം ഞാൻ അച്ചീവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മനസ്സിലായോ? ആ ചെയ്യുന്ന ആ ടീമിനെ മാനേജ് ചെയ്യുന്നതിനും പറയുന്ന പേരാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ മാനേജിങ് ദ പീപ്പിൾ. ഞാൻ പറഞ്ഞു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്. ഇവരൊക്കെ മാനേജ് ചെയ്താലല്ലേ എന്റെ കമ്പനിയിലെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ, അല്ലേ? ആ അല്ലാതെ എന്റെ കമ്പനി ഞാൻ പറയണം നാളെ 100 സെയിൽ ആക്കണം എന്ന് പറഞ്ഞാൽ HR പറഞ്ഞ HR ആരോട് പറയും? അപ്പൊ ഇതിനൊരു ഹയറാർക്കി വേണം, വേണ്ടേ? ഇങ്ങനെ ഓരോ ലെവൽസുകളായി എന്റെ മാനേജ്മെന്റ് എന്റെ പീപ്പിളിനെ കൊണ്ട് എന്റെ കമ്പനിയിൽ നിൽക്കുന്ന ആളുകളെ മാനേജ് ചെയ്തു അച്ചീവ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. അങ്ങനെയാണ് ഹിബല്യോടെ ഹിബ എന്ന് പറഞ്ഞ എന്താ? HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിബ ഉണ്ടോ? ആ പറയ് ഈ എവിടെ ഹിബ? അന്നെയാണല്ലോ, പറയ്. എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന. എങ്ങനെ? എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന. എന്ത് മാനേജ് ചെയ്യുന്നേ? ആ കേട്ടില്ല, ചെവി അപ്പുറത്തെ ഇടോ ആണ്, അതാ കിട്ടാത്ത. പറയ്. ഇല്ലെങ്കിൽ ഇമ്പോഷൻ എഴുതി അയച്ചു തരേണ്ടി വരും കേട്ടോ, 1000 പ്രാവശ്യം. പറയ് എന്താണ് HR? പറയ് അർച്ചന പറയ് എന്താ HR? സാറ് ഒരു വ്യക്തിയെ പറയുന്ന അവിടെ കമ്പനിയില് ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മളെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആള് കമ്പനി എംപ്ലോയീസ് ഹ്യൂമൻ റിസോഴ്സിനെ പറയുന്നത്. എന്താ തശീഫ? മാനേജിംഗ് ഫ്രം ഹയറിംഗ് ടു എക്സിറ്റ്. ഓക്കെ വെരി ഗുഡ്, എക്സലന്റ്. എവിടെയാണ് ഈ ഭാഗ്യ? എവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെന്താ കിട്ടാത്ത? എഴുതി വെക്കണില്ല? എഴുതി വെക്കൂട്ടോ, ഇല്ല ഞാൻ ഇത് പണി തരുവേ. നല്ലോണം സൈഡിൽ എഴുതി വെക്കണം കേട്ടോ. ആ എല്ലാരും ബുക്കും പെന്നെടുത്ത് ഞാൻ പെട്ടെന്ന് എനിക്ക് ചോദിക്കട്ടെ, കാണിച്ചു തരണം. അപ്പൊ കാണിച്ചു തരേണ്ടി വരും. എല്ലാരും എഴുതിക്കോളി. മനു എന്താ HR എന്നറിയോ? സാറേ ഞാനൊന്നും കേട്ടിട്ടില്ല ഇതുവരെ. ഒന്നും കേട്ടില്ലേ? ഒന്നും കേട്ടിട്ടില്ല. പണി കഴിഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ ഇതാ ഇറങ്ങാൻ നിൽക്കുന്നുള്ളൂ. ഓക്കെ. ഒന്നുമില്ല. കേക്കട്ടോ? ഓ കേക്കുന്നുണ്ട്. ആ HR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഹിബ ഒരു കമ്പനി തുടങ്ങി. ഓക്കെ, ഹിബ ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനിയിൽ ആർക്കൊക്കെ ഉണ്ട്? അർച്ചന ഉണ്ട്, അതേപോലെ തഷ്രീഫ് ഉണ്ട്, മനു ഉണ്ട്, ഞാനുണ്ട്. നമ്മൾ 4 പേരും ഉണ്ട്. എല്ലാ പണിയും ഹിബ ഒറ്റക്ക് ചെയ്യോ? കമ്പനിയിൽ ചെയ്യോ? ഇല്ല. അപ്പൊ ഹിബക്ക് ഹെൽപ്പിന് അവിടെ ആര് വേണോ? എംപ്ലോയീസ് ആണോ? അതാണ് ഈ എംപ്ലോയീസ് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ അവിടെ ആര് വേണം? HR വേണം. ഈ ഹിബ നേരെ പറയും ഇവന്റെ കമ്പനി ഇപ്പൊ എന്താണ്? കേക്കിന്റെ കമ്പനി ആയിരിക്കും. അപ്പൊ കേക്കിന്റെ കമ്പനിയിൽ HR ആയിട്ടാ മനു നിൽക്കണേ. അപ്പൊ ഹിബ പറയും മനു എന്റെ കമ്പനിയിൽ അടുത്ത മാസം 100 കേക്ക് ഓർഡർ വരണം. അത് മനുവിനോട് പറയും. ഞാനാണ് കേക്ക് മേക്കർ എന്നുണ്ടെങ്കിൽ മനു എന്നോട് പറയും ജിഫ്രി നമ്മുടെ ഹിബന്റെ കമ്പനിയിലേക്ക് 100 കേക്ക് വേണം, അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർഡർ തരിക. ഇങ്ങനൊക്കെ വന്ന് ഇപ്പൊ കേക്കിന്റെ ആൾ ആ കമ്പനിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മനു പോയിട്ട് എന്താക്കണം? ആ കമ്പനി പോയി റിക്രൂട്ട്മെന്റ്സ് ചെയ്യണം, അല്ലെങ്കിൽ സെലക്ഷൻ ചെയ്യണം, ഓർക്കുള്ള ട്രെയിനിങ് കൊടുക്കണം, ഓരോ കോമ്പൻസേഷൻ നോക്കണം,
ഓരോ പോവാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് കാര്യങ്ങൾ നോക്കണം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ആളാണ് ആര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മനു ഈസ് ദ മാനേജ്മെന്റിന്റെ കൂടെ ഒപ്പരം നടക്കുന്ന ആളാണ് ആര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? മനസ്സിലായോ ഹിബ? ഓക്കെ. എന്നാ പറയുമ്പ മനസ്സിലായില്ലെങ്കിൽ കേക്കട്ടെ. അന്ന നോട്ടത്തായി ഹിബ, ഇനി എവിടെങ്കിലും തിരിഞ്ഞ അപ്പന്നെ പൊക്കുഞ്ഞേ പറയും. എന്താ HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ HR? പറയും. എടാ ഹിബല്ലേ ഇവിടെ? ഹിബ സ്പീഡപ്പ്. ഓ എന്നോട് മൈക്ക് ഓൺ ആക്കാൻ പറഞ്ഞു. ഞാനുണ്ടല്ലോ. പറയും. പ്യൂപ്പിളിനെ പീപ്പിളിനെ മാനേജിങ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ. ഈ ഗൂഗിളിൽ നിന്ന് ആ കണ്ടന്റ് മാറ്റിട്ട് ഒന്ന് സെൽഫായിട്ട് പറഞ്ഞേ. ഇന്നോട് പറഞ്ഞു ഞാൻ ഗൂഗിളിൽ എല്ലാ തിയറി ഞാൻ കണ്ടതാ. നോക്കി ഇന്നോട് കൂടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഞാൻ നോട്ടില് എഴുതി പഠിച്ചതാ. ഈ നോട്ടിൽ എങ്ങനെ ഏതാ അവളെ HR ഫാക്കൽറ്റി എന്നെക്കാട്ടിയല്ല ഉഷാറായിട്ട് ഈ എഴുതിക്കണല്ലോ നോട്ടില്. ടൈപ്പ് കളിക്കാത്ത കണ്ടന്റ് ഇങ്ങോട്ട് പറ. ഞാൻ ആലോചിക്കും എത്ര പെട്ടെന്ന് ഇവ റെഡി ആയോ അതാണ്. എന്താ ഇപ്പൊ വേഗം പറഞ്ഞോട് കേട്ടേ, പറഞ്ഞോട് സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്. എനിക്ക് എന്റെ കണ്ടന്റ് എന്താന്നുള്ളത് കിട്ടണം. അന്നെ പഠിപ്പിച്ചിട്ടേ വിടൂ. ഇപ്പൊ ഒരു കമ്പനിയില് ഇപ്പൊ ഒരാള് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇല്ല അന്നേരം HR ആണല്ലോ. കേക്ക് ഉണ്ടാക്കാൻ ഒരു കേക്ക് മേക്കർ മതി കേട്ടോ. ഇല്ലല്ല എല്ലാരും വിളിക്കാൻ നിക്കണ്ട. ഓക്കെ പറയും. HR കമ്പനിയില് എല്ലാം മാനേജ് ചെയ്യാൻ കുറച്ചാള് വേണല്ലോ. വേണം. അതാണ് HR. ഞാൻ ഒന്നാ തരികട്ടെ ഞാൻ ഈ ബാക്കി. എടോ ഈ കമ്പനി നിൽക്കുന്ന ആളെ മാനേജ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? കമ്പനിയിൽ കുറെ എംപ്ലോയീസ് ഉണ്ടാവും, ഓനെ മാനേജ് ചെയ്യാനല്ലേ HR. അതാ ഞാൻ പറഞ്ഞേ. എനിക്ക് അങ്ങനെയല്ല എന്നാ പറഞ്ഞത്. എന്നാക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞ എംപ്ലോയീസിനെ കുറെ എംപ്ലോയീസ് ഉണ്ടല്ലോ, ഓലെ മാനേജ് ചെയ്യണ്ടേ? ആരെ മാനേജ് ചെയ്യണം എന്നുള്ളത് പറയണോ? എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം. വെരി ഗുഡ്. ഓക്കെ മനു മനസ്സിലായോ കണ്ടന്റ് എന്താന്നുള്ളത്? HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ഒരു മാസം ഒരു 50 സെയിൽ നടക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ ഒബ്ജക്റ്റീവ്. അത് ഞാൻ പീപ്പിൾസിനെ കൊണ്ട് HR ആ എംപ്ലോയീസിനെ കൊണ്ട് പീപ്പിൾസിനെ മാനേജ് ചെയ്തുകൊണ്ട് എൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഹിബ ഓക്കെ ആണോ? നീ ചോദിക്കണോ? ചോദിക്കണോ ഹിബ? ചർമ്മ ചോദിക്കണോ? എങ്ങനെ? ഞാൻ പറഞ്ഞിക്കല്ലേ നേരത്തെ. ഇനി കളിച്ച ഈ തിരിഞ്ഞിക്കണ കണ്ടാക്കി അപ്പൊ എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഞാൻ പൊക്കുഞ്ഞേ. ലേശം ബിസി അതാ. ലേശം തന്നെ സൈഡാക്കി വെക്കൂ. അത് കുറച്ച് സമയം കൂടി ഒന്ന് ഇവിടേക്ക് ഫോക്കസ് എടുക്ക്. ആയിക്കോട്ടെ. എന്താ അറിയോ, പിന്നെ അവസാനം ഈ ഇങ്ങോട്ട് പറയും എനിക്ക് വെറുതെ ഒന്നും കിട്ടിയില്ലേ, ഇനി അന്ന് മൂപ്പരാർന്ന് എന്തൊക്കെ എടുത്തേനി എന്നൊക്കെ പറയും. ഞാൻ ഇതിന്റെ റെക്കോർഡ് സെക്ഷൻ എന്തായാലും വാങ്ങിക്കും. ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഫങ്ഷൻസ്. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നമ്മുടെ കമ്പനിയിൽ ഓരോരോ ആക്ടിവിറ്റീസ് തരുമ്പോൾ നിങ്ങൾ പഠിക്കണം. ഇത് ഏത് ആക്ടിവിറ്റിയാണ്? ഇത് മാനേജീരിയൽ ഫംഗ്ഷൻ ആയിട്ട് ചെയ്യേണ്ട സാധനമാണോ, ഇത് ഓപ്പറേഷൻ ഫംഗ്ഷൻ ചെയ്യേണ്ട കാര്യമാണോ? ഓക്കെ എന്താണ് ഫങ്ഷൻസ് ഓഫ് HR? ഓക്കെ ഇപ്പൊ ഞങ്ങൾ മൊത്തം പ്രാക്ടിക്കലി വരച്ച് കാണിച്ച് തന്നിക്കണം കേട്ടോ. അത് മൊത്തം നിങ്ങൾ പ്രോപ്പറായിട്ട് എന്താക്കണം. ഇനി ഇതിന് കുറച്ചും കൂടി പ്രാക്ടിക്കൽ സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റ് മനസ്സിലായി ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. നിങ്ങൾ മേലോട്ട് നോക്കിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? നമ്മുടെ കമ്പനിയിൽ 2 ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ HR ഒന്നാണ് മാനേജീരിയൽ ഫങ്ഷൻസ്. രണ്ടാമത്താണ് ഓപ്പറേഷണൽ ഫങ്ഷൻസ്. എന്താണ് ഓപ്പറേഷണൽ ഫങ്ഷൻസ്? 2 കൈൻഡ് ഓഫ് ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് ഉള്ളത്? ഒന്ന് മാനേജീരിയൽ ഫങ്ഷൻസും രണ്ടാമത്തത്
ഓപ്പറേഷൻ ഫങ്ഷൻസ്, 2 ടൈപ്പ് ഫങ്ഷൻസ്. മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു വലിയൊരു വർക്ക് കിട്ടുക തരാൻ വേണ്ടി പോകാൻ ടാസ്ക് ആണ്. നന്നാക്കി ശ്രദ്ധിച്ചിരുന്നോണ്ട് ഈ ടോപ്പിക് കിട്ടും, അത് പ്രാക്ടിക്കൽ ആണ്. മാനേജീരിയൽ ഫങ്ഷൻസിൽ വരുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന് പ്ലാനിങ്, ഏതാണ്? ഒന്ന് പ്ലാനിങ്. രണ്ടാമത്തെ നമുക്ക് വരുന്നതാണ് ഓർഗനൈസിങ്. എന്താണ്? ഓർഗനൈസിങ്. മൂന്നാമത്തതാണ് ലീഡിങ്. അവസാനത്തതാണ് കൺട്രോളിങ്. മനസ്സിലായോ? ഒന്നാമത്തത് പ്ലാനിങ്, രണ്ടാമത്തത് ഓർഗനൈസിങ്, മൂന്നാമത്തത് ലീഡിങ്, നാലാമത്തത് കൺട്രോളിങ്. ഓക്കെ, ഞാൻ എന്റെ കമ്പനി നിൽക്കുന്ന ഒരു HR പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, എനിക്ക് അടുത്ത മാസത്തേക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് മാനേജർ ഫങ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് കൊണ്ടാന്ന് പറയും. അപ്പോൾ ഓൻ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. എൻ്റെ വർക്ക് ചെയ്യാണ്ടാവും കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളി. പ്ലാനിങ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കമ്പനി നിൽക്കുന്നത് ഇപ്പൊ ഹിബയാണ് എന്ന് വിചാരിക്കാം. ഹിബ, ഓക്കെ, ഹിബയാണ് എൻ്റെ കമ്പനിയിൽ HR എന്നുണ്ടെങ്കിൽ ഞാൻ ഹിബനോട് പറയും, ഹിബ നമുക്ക് അടുത്ത മാസത്തേക്ക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇതിലേക്കുള്ള കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ഈ ഓർഗനൈസ് ചെയ്യണം. അപ്പൊ ഇപ്പൊ എന്താക്കും? ആദ്യം പ്ലാനിങ് ചെയ്യും. വേണ്ടേ? എന്താ പ്ലാനിങ്? തിങ്കിങ് ബിഫോർ ഡൂയിങ്. ചെയ്യുന്നതിന്റെ മുന്നേ ചിന്തിക്കണമെന്നല്ലേ പ്ലാനിങ് എന്ന് പറയാ, അല്ലേ? എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ആരെയും ചിന്തിക്കോ? തെഷീഫ ചിന്തിക്കോ? തെഷീഫോടില്ലേ? ഇയും പോയാ? ഇല്ല ചിന്തിക്കൂല. ചിന്തിക്കൂല. തെഷീഫ പോലട്ടാ. അടുത്ത ക്ലാസ്സിന് എല്ലാവരും ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് കുത്തിരിക്കണേ. ഓക്കെ, ഡെയിലി നിങ്ങൾ ടൈമിംഗ് അറിയാലോ. തിങ്കള് അല്ല, ഇന്നിപ്പോ ഏതായിരുന്നു ദിവസം? ഏതായിരുന്നു? ഇന്ന് ബുധനല്ലേ? തിങ്കൾ, വെള്ളി, ശനി. അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ലല്ലോ. ചൊവ്വ, വ്യാഴം, ശനി. ഓക്കെ, അങ്ങനെ ഈ ദിവസം ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എല്ലാവരും ഇവിടെ ഫാമിലി നിന്ന് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ മനുവിന്റെ ഇപ്പൊ ഇങ്ങനത്തെ ജോബിന്റെ ഇഷ്യൂ എന്ന് പറയാം. ബാക്കിയുള്ള ആളുകൾ എന്തായാലും നിർബന്ധമായിട്ട് ആ ടൈമിന് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ നോക്കിയിട്ട് ക്യാമറയും ബുക്കൊക്കെ ഓൺ ചെയ്ത് വെക്കണം. മനസ്സിലായല്ലോ? കാരണം നിങ്ങൾ പൈസ തന്നാലും എനിക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ വരണം, നിങ്ങൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്ന ആളാണ്, നിങ്ങളെ പൈസക്ക് വാല്യൂ തരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ആ സാധനം നിങ്ങളുടെ അടുത്ത് കിട്ടണം. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ആകെ ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റിയൊക്കെ ഉള്ളൂ, ഒറ്റ മണിക്കൂർ, അത് ആഴ്ചയിൽ 3 ദിവസം. ഇതും നിങ്ങൾക്ക് ബിസി ഷെഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മൊത്തം ബിസി ആയി പോകട്ടോ, നിങ്ങൾക്ക് ഒരു സ്കില്ലും കിട്ടാതെ. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇത് ഫോക്കസ് ചെയ്ത്. നിങ്ങൾക്ക് അറിയില്ലേ, ആദ്യം തിങ്കള്, ബുധന്, വെള്ളി രാത്രി 7:00 ക്ലാസ് ഉള്ളതാണ്. ആദ്യം പ്രീ ഡിറ്റർമിൻഡ് അല്ലേ ടൈം ടേബിള്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന ഷെഡ്യൂളുകളൊക്കെ ചേഞ്ചസ് ആക്കാൻ വേണ്ടി പറ്റൂലേ? പറ്റുമോ? തഷ്രീഫ, ഇബ, പറ്റൂലേ? ഇബല്ലേ ഇവിടെ? പറ്റൂലേ? മാറ്റാൻ വേണ്ടി കഴിയൂലേ? അപ്പൊ അടുത്ത ക്ലാസ് മുതൽ ഇങ്ങനത്തെ അലവലി കേസും നിങ്ങൾ ഏൽക്കരുത്. കാരണം നിങ്ങൾ ഇവിടെ കൺസിസ്റ്റന്റ് ആയി പഠിച്ച് വലിയ ലെവലിലേക്ക് എത്താൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ആ ലെവലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ആഴ്ചയിൽ ആ ഒരു 3 ദിവസം 7 to 8:30 ഇവിടെ ബുക്കാണ്. നിങ്ങൾ ഫീസ് എന്നിട്ട് പഠിക്കുന്ന ആ ബോധം വേണം. അപ്പോ 7 to 8:30 ഇവിടെ ബുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് അമ്മിക്കുമ്മാൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ ഏൽക്കരുത് ഒരു പരിപാടി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഹിബ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് വേണം? ഇവനോട് പറയാണ്, ഹിബ എന്റെ കമ്പനിയിൽ അടുത്ത മാസത്തേക്കുള്ള ഒരു സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലാനിങ് റെഡി ആകും. ഇത് എക്സാമ്പിൾ ആണ്, പലതും ആട്ടോ വരും കേട്ടോ. കമ്പനിയുടെ മാർക്കറ്റിംഗ് ഒരു ഓപ്പറേഷൻ ഒക്കെ വരും കേട്ടോ. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ചെക്ക് ചെയ്യും, ഇതിപ്പോ ഏതാ മാസം? ഇതിപ്പോ ഏപ്രിലാണ്. നമുക്ക് മെയ് 19 ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഓക്കെ, എന്ന് തീരുമാനിച്ചു. ഇത് വർക്ക് ചെയ്യാനുള്ളതാണ് എന്ന് തീരുമാനിച്ചു. അതിലിപ്പോ കറന്റ് നമുക്ക് എന്ത് വേണം? ഇപ്പൊ ഉള്ളത് ആ മെയ് മാസത്തേക്ക് നമുക്കൊരു 100 സെയിൽ വരണം. 100 ഇതൊക്കെ പ്ലാൻ ചെയ്യാട്ടോ. ഇപ്പൊ പ്ലാൻ ചെയ്യാണ്. 100 സെയിൽ വരണം. ഓഫ്ലൈൻ ആയിരിക്കണം ക്ലാസ് വേണ്ടത്, ഓഫ്ലൈൻ ക്ലാസ്. ഇങ്ങനെ പ്ലാനിങ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? പ്ലാനിങ് എന്ന് പറയാം. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് ബിഫോർ ഡൂയിങ്, ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കുക. അപ്പൊ മനസ്സിലായി, ഇവിടെ പ്ലാൻ ചെയ്ത സമയത്ത് ഒരു കൗൺസിലറാണ് ഇപ്പൊ നിലവിലുള്ളത്. 1 കൗൺസിലർ. ഒരു കൗൺസിലർ 50 സെയിലാണ് ആക്കാറുള്ളത് പെർ മന്ത്. അപ്പൊ 100 സെയിൽ ആവണം. അപ്പൊ മനസ്സിലായി, നമുക്കിനി എന്ത് വേണം? ഒരു കൗൺസിലറും കൂടി ഉണ്ടെങ്കിലുള്ളൂ ഈ 100 എന്നുള്ളത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ എക്സ്ട്രാ ആയിട്ട് ഒരു 1 കൗൺസിലറും കൂടി നമ്മൾ എന്താക്കണം?
ഹയർ ചെയ്യണം. എന്താണ്? ഒരു കൗൺസിലർമാർ നമ്മൾ എന്താക്കണം? ഹയർ ചെയ്യണം. ഇതൊക്കെ ഹിബന്റെ പ്ലാനിങ് ആണ്. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് ഓർഗനൈസിങ്. എന്താണ്? ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പ്ലാൻ ചെയ്ത കാര്യമില്ലേ? ഒരു പുതിയ കൗൺസിലർ എടുക്കണം, കുറച്ചും കൂടി ലീഡ് 100 ലീഡാണ്, അത് എഫിഷ്യൻ്റ് ടീം ട്രെയിനിങ് കൊടുക്കണം, മെയ് 19 നമുക്ക് എന്തായാലും 100 അഡ്മിഷൻസ് വരണം. ഇതൊക്കെ ഓൻ്റെ പ്ലാനിങ് ഇല്ലേ? ഇതൊക്കെ ഓൻ്റെ പ്ലാനിങ് അല്ലേ? ആണോ? ആ, ഇത് എക്സിക്യൂഷൻ ചെയ്യണ്ടേ? ഓർഗനൈസ് ചെയ്യണ്ടേ? നമ്മൾ പറയില്ലേ എടാ അടുത്ത മാസത്തേക്കുള്ള മറ്റാ പ്രോഗ്രാം ഈ ഒന്ന് ഓർഗനൈസ് ചെയ്യണേ എന്നുള്ളത് നമ്മൾ പറയില്ലേ? പറയല്ലോ? പറയും അല്ലേ? അതെന്ത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്? ആ പരിപാടി മൊത്തം അയാളുടെ ഡിസിഷൻ ചെയ്തുകൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട കാര്യങ്ങൾ. അപ്പൊ മനസ്സിലായി, ഇവിടെ പുതിയ കൗൺസിലർ വരണം, അപ്പൊ കൗൺസിലർ ഹയർ ചെയ്യണം, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം, മെയ് 19 100 അഡ്മിഷൻ വരണം, ഇതൊക്കെ നമ്മൾ ഇറക്കണം. ഓക്കെ, അതെന്തൊക്കെ രീതിയിൽ? മനുഷ്യന്മാരാവാം, ഹ്യൂമൻസ് ആവാം, അതേപോലെ പൈസനെ കൊണ്ടുള്ളതാവാം, ഫിസിക്കലി ആവാം, ആയിക്കൂടെ? ഇപ്പൊ എക്സാമ്പിള് 100 സെയിൽ ആവണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ എന്താക്കണം? കൗൺസിലർ ഹയർ ചെയ്യണം. അപ്പൊ എന്താണ്? അവിടെ ഹ്യൂമൻ ആണ്, ഹ്യൂമൻ കൂടി. അപ്പൊ എന്താക്കണം? നല്ല പൈസ പൊട്ടിക്കണം, അപ്പൊ ഫിനാൻഷ്യലി കൂടി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ കമ്പനിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ഓർഗനൈസിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മൂന്നാമത്തതാണ് ലീഡിങ്. എന്താണ് ലീഡിങ്? എന്താ ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഒരു കൗൺസിലറെ വെച്ച്, ഞാൻ പറഞ്ഞു എൻ്റെ കണ്ടന്റ് നോക്കണേ, ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഓർമ്മ ഉള്ളവർക്ക് ഇത് ചിന്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് കണ്ടന്റ് അല്ല. ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ന്യൂ കൗൺസിലർ വേണം എന്നുള്ളത് അല്ലേ? അപ്പൊ ഈ ന്യൂ കൗൺസിലർക്ക് എന്ത് കൊടുക്കണം? ലീഡ് കൊടുക്കണം ഡെയിലി. വേണ്ടേ? എന്നും കോൾ ചെയ്യാൻ ലീഡ് കൊടുക്കണ്ടേ? ഒരു 20-30 ലീഡ് ഡെയിലി കൊടുക്കണം. ഇവരെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണ്ടേ? ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താക്കാം? ഗൈഡൻസ് കൊടുക്കണ്ടേ? വേണ്ടേ? ഇവർക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എന്തൊക്കെ കൊടുക്കണം? നല്ല മോട്ടിവേഷൻ കൊടുക്കണ്ടേ? ഇങ്ങനെ മോട്ടിവേഷനും ഗൈഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓല നമ്മളെ കമ്പനിയിലേക്ക് മാക്സിമം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്നതിനെ പറയുന്നതിന്റെ ടോപ്പിക്കിന് പറയുന്ന പേരാണ് എന്ത്? ലീഡിങ്. എന്താണ്? ലീഡിങ്. അവസാനത്തതാണ് എന്ത്? കൺട്രോളിങ്. എന്താണ്? കൺട്രോളിങ്. എന്താ കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവാലുവേഷൻ ചെയ്യണ്ടേ? വേണ്ടേ? ഞാനിപ്പോ മനുവിനെ എടുത്ത് മനുവിന്റെ കോഡ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാനിതൊന്ന് കൺട്രോൾ ചെയ്യണ്ടേ? ഇവാലുവേഷൻ ചെയ്യണ്ടേ? എത്ര കോഡ് ചെയ്തു, ജി എങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാ സൈഡിൽ നീ വിളിക്കാറുണ്ടോ, ഫോളോ അപ്പ് മെസ്സേജസ് അയക്കാറുണ്ടോ, ഇന്ന് വിളിച്ച ലീഡിനെ നീ നാളെ കോൾ ചെയ്യാറുണ്ടോ എന്നൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ? കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HR ചീത്തേക്കുക ചെയ്തില്ലെങ്കിൽ. മനസ്സിലായോ? എനിക്ക് ഓൽക്കായിരിക്കും എന്ത് കേൾക്കുക? അതിനെ കുറിച്ചിങ്ങാണ്ട് കമ്പനിയിൽ കേൾക്കുക, ഈ എന്തുകൊണ്ടാ കമ്പനി ഇത്രയും വലിയ പോസ്റ്റ് നിന്നിട്ട് അനക്ക് എൻ്റെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയൂലേ എന്നുള്ളത് മാനേജ്മെന്റ് ചോദിക്കും. മനസ്സിലായോ? അപ്പൊ പ്രോപ്പർ ആയിട്ട് ഓല നമ്മൾ എന്താക്കണം? കൺട്രോൾ ചെയ്യണം. ഇതിന് പറയുന്ന പേരാണ് മാനേജീരിയൽ ഫങ്ഷൻസ്. കറക്റ്റ് ആണോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി സർ. മനസ്സിലായോ? ബാക്കിയുള്ളവരെ പാഠം എന്താണ്? ഹിബ, തഷ്രീഫ്, കുഴപ്പമില്ല. മനു, ക്ലിയർ ആണോ? കുറച്ചൊക്കെ ക്ലിയർ ആണ്. കുറച്ച് ക്ലിയർ ആണോ? തുടക്കം തൊട്ട് കിട്ടാത്തോണ്ട് അതിന്റെ ഒരു ഇതുണ്ട്. ഹിബ, എവിടെ ഹിബ? ക്ലിയർ ആണോ? ആണോ? ചോദിക്കട്ടെ എന്ന് പറയുമ്പോ ഇപ്പൊ മൈക്ക് ഓഫ് ആയി കാണും, പിന്നെ കേൾക്കൂലല്ലോ. ക്ലിയർ ആണോ ഇബ? ചെയ്യൂലേ? മനസ്സിലായിക്കണോ കണ്ടന്റ്? സത്യം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാ. ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഹിബന്റെ കമ്പനി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇബനോട് ഓരോ മാസത്തിൽ പറയും, ഇബ നമുക്ക് അടുത്ത മാസം എന്ത് വേണം? നമുക്ക് സെയിൽസ് വരണം, അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷനിലേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരുമോ? അടുത്ത മാസത്തേക്കുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നമ്മളെ ഐഫ എന്താക്കും, അല്ല ഹിബ എന്താക്കും? പ്രോപ്പർ സിസ്റ്റം മാനേജ് ചെയ്യും. ആദ്യം എന്ത് വരണം? പ്ലാനിങ് വരണം. അപ്പൊ ഇപ്പൊ പ്ലാനിങ് ചെയ്യാം. മെയ് 19 ആക്കാം നമ്മുടെ പുതിയ ബാച്ച്. ഓക്കെ, അന്ന് നമുക്ക് എന്താക്കാം? ഇപ്പൊ കറന്റ് നടക്കുന്നത് 50 സെയിലാണ്.
അത് നമുക്ക് എന്ത് വരണം, 100 സെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള നല്ല ഇമ്പ്രൂവ്മെന്റ്, നല്ല റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറന്റ് ഉള്ളത് ഒരു കൗൺസിലറാണ്. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യൂലേ നമ്മളെ കമ്പനി നിൽക്കുമ്പോൾ? ചെയ്യൂലേ? നിങ്ങളൊക്കെ കമ്പനിയിലുള്ള ആൾക്കാരല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പൊ എക്സാമ്പിൾ നമ്മളെ കമ്പനിയിൽ ഞാനിപ്പോ ഹിബക്ക് കൊടുക്കുകയാണ്. ഹിബ ഇങ്ങനെ ആലോചിക്കും, എന്റെ കമ്പനി ഇപ്പോൾ ആർക്കൊക്കെ ഉണ്ട്? ഒരു ടെലികോളർ, അതേപോലെ ഒരു ഫാക്കൽറ്റി. അപ്പോൾ ഒരു ടെലികോളർ മാസത്തിൽ സെയിലാക്കാൻ പറ്റുന്ന ആൾ മാക്സിമം 50 ആൾക്കാരാണ്. അപ്പോൾ 100 സെയിൽ വരണം, നമ്മൾ എത്ര ആളെ വെക്കേണ്ടി വരും? 2 ആളെ വെക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. മനസ്സിലായല്ലോ? ഇത് പ്ലാൻ ചെയ്ത് മാത്രം പോരാ, ഇത് നമ്മൾ എന്താക്കണം? പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. മനസ്സിലായി? നമുക്കൊരു മാസത്തിൽ 50 സെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ കൗൺസിലറെ ഹയർ ചെയ്യണം, ഓർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഓർക്ക് പ്രോപ്പറായിട്ട് ഓൺബോർഡ് ചെയ്യിപ്പിക്കണം. ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ പറയില്ലേ, റെസിഡൻഷ്യൽ പരിപാടിക്ക് ഈ പരിപാടി മൊത്തം നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്തോളാം പറയില്ലേ? അപ്പൊ അവിടെ വരുന്ന പോരായ്മകൾ എന്തൊക്കെയാ നോക്കിങ്ങാണ്ട് ഒക്കെ ഇവിടെ പോയി നികത്തണ്ടേ? വേണം. ഇത് തന്നെയാണ് ശരിക്കും കമ്പനിയിലുള്ളത്. കമ്പനിയിലെ പ്രശ്നങ്ങൾ എന്താ നോക്കി അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ ചെയ്യുന്നതിനാണ് ഓർഗനൈസിംഗ് പറയുന്നത്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ പുതിയൊരു കൗൺസിലർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലീഡിങ് ചെയ്യണം, ഓർക്ക് മോട്ടിവേഷൻ കൊടുക്കണ്ടേ? ഓർക്കുള്ള ഗൈഡൻസ് കൊടുക്കണ്ടേ? ഇതൊക്കെ കൊടുത്താലല്ലേ ഒരു നല്ല രീതിയിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. ഇത് മാത്രം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഓല നമ്മൾ എന്താക്കണം? കൺട്രോൾ ചെയ്യണം. വേണ്ടേ? ഒരു പ്രോപ്പറായിട്ട് ഇവിടെ കള്ളത്തരത്തോടെ ആണോ അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള നമ്മൾ തെളിയിക്കണ്ടേ? സത്യസന്ധമായിട്ടാണോ കള്ളത്തരാണോ വർക്ക് ചെയ്യുന്നത്? ഡെയിലി ഞാൻ പറയുന്ന 100 കോൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പൊക്കണ്ടേ? ഇതിനെ പറയുന്ന പേരാണ് കൺട്രോളിങ്. ഇതാണ് ഓപ്പറേഷണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണോ? എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഈ ക്ലാസ്സിൽ ആരും ഇല്ലേ? എല്ലാവരും ഒന്ന് പറയൂ, എന്താണ് എല്ലാവർക്കും ഓക്കെ ആണോ? അല്ലെ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. തശ്രീഫ് ഉണ്ടോ അവിടെ? ഹിബ ഓക്കെ ആണോ? ഇന്ന് എവിടെയാണ്? നീ കുടുംബക്കാരെവിടെയാണോ? കുടുംബക്കാരാടെയാണോന്ന് ചോദിക്കാം. ഫാമിലീസിന്റെ വീട്ടിലാണോ എന്ന് ചോദിച്ചതാണ് ഇവനോട്. ഞാൻ അത്ര പ്രാവശ്യം അങ്ങനെ പോവരുത് ടൈമാ. ആ ടൈമിന് പോവരുത് എന്നല്ല, ഒന്നെങ്കിൽ ടൈം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നെ ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ നന്നാവും. അണ്ടർസ്റ്റാൻഡ്? അടുത്ത ക്ലാസ് ക്യാമറ ഓൺ ചെയ്തിരുന്നോണ്ടേ. പിന്നെ ഓക്കെ പറഞ്ഞോ. പിന്നെ അർച്ചന ഒരു എക്സാമ്പിൾ വെച്ച് പറയും. പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ്. ഒരു പ്ലാനിങ് വെച്ച് പറ. എല്ലാവരും ആലോചിക്കും. ഞാൻ ഒരാളെ കൊണ്ട് ചോദിക്കും കേട്ടോ, ഒരാളെ കൊണ്ട് ചോദിക്കും. എല്ലാവരും ഒന്ന് ആലോചിക്കും. എല്ലാവരും ആലോചിച്ചോ? എന്നാ പറയും അർച്ചന, ഒരു എക്സാമ്പിൾ പറ. പ്ലാനിങ്, ഒരു കമ്പനിയിലേക്ക് ഇപ്പൊ ഒരു 5 എംപ്ലോയീസിനെ വേണം. 5 എംപ്ലോയീസിനെ വേണം. വെരി ഗുഡ്. അപ്പൊ അതിന്റെ ജോബ് റോൾസ്, എന്തൊക്കെ സ്കിൽസ് വേണം? വെരി ഗുഡ്. എന്താ സാലറിയുടെ ഇത് ഈ പ്ലാൻ ചെയ്തു. രണ്ടാമത്തെ ഓർഗനൈസിങ്. അതിനകത്ത്
ഇതൊക്കെ ഈ പ്ലാനിങ് അല്ലേ ചെയ്ത്? ആ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? വേണം വേണം. അതിനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കോ നടക്കൂല എന്നുള്ളത് പ്രോപ്പറായി നടത്തുന്നതിന് പറയുന്ന പേരാണെന്ത്? ഓർഗനൈസിങ്. ഇനി ലീഡിംഗ് എന്ന് പറയുകയാണെങ്കിലോ? അത് നമ്മള് അത് ഡയറക്റ്റ് ചെയ്യുക. എന്തൊക്കെ പറഞ്ഞോ? മനസ്സിലായോ? ഒന്നുകൂടി. ഇതിന്റെ എന്ന് പറയുമ്പോ എക്സാമ്പിൾ എടുത്ത എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് നമ്മള് മോട്ടിവേഷൻ കൊടുക്കണ്ടേ? മോട്ടിവേഷൻ കൊടുക്കണം. ട്രെയിനിങ് കൊടുക്കണ്ടേ? ഗൈഡ് കൊടുക്കണ്ടേ? ഗൈഡ്. ഇതിലാണ് ലീഡിംഗ് അറിയാം. പിന്നെ കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? കൺട്രോളിംഗ് എന്ന് വെച്ചാൽ അവര് പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചെക്ക് ചെയ്യുക. പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ഇത് നമ്മൾ പറയുന്ന പേരാണെന്ത്? കൺട്രോളിംഗ്. വെരി ഗുഡ് അർച്ചന, വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വർക്ക് ഉണ്ട്. ഈ ഒരു പാറ്റേൺ അല്ല ചെയ്യേണ്ട ഹോംവർക്ക്. നിങ്ങളെ അത് കമ്പനിയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, ഒരു ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. നിങ്ങളെല്ലാവരും അസ്യൂം ചെയ്യുക നിങ്ങളെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ട്. കേൾക്കുന്നുണ്ടോ മനു, അതേപോലെ തന്നെ അർച്ചന, അതേപോലെ ഹിബ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഹിബ കേൾക്കുന്നുണ്ട്. ഇവിടെ ചെയ്യേണ്ട കാര്യം ഹോംവർക്ക് ആണ്. ഇനി എഴുതി വെച്ചോളിട്ടാ, ഇനി മറന്നു പോയരുത്, ഇത് മനസ്സിലാക്കി വെച്ചോളി. ഹോംവർക്ക് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇമാജിൻ ചെയ്യാം. ഇഫ് യു ഹാവ് ടു ഡൂയിങ് വർക്കിംഗ് കറന്റ്ലി വർക്ക് ഫ്രം HR ഡിപ്പാർട്ട്മെന്റ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് കിട്ടി കമ്പനിയിൽ. എന്തോ ഒരു പുതിയൊരു പ്രശ്നം മാനേജ്മെന്റ് പറഞ്ഞു ഇതൊരു ഇഷ്യൂ ഉണ്ട്, ഇതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിന് എന്താക്കണം? ഒന്ന് മാനേജീരിയൽ ഫംഗ്ഷൻ ചെയ്തിട്ട് പ്ലാനിങ് മുതൽ കൺട്രോളിങ് വരെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പ്രശ്നം എന്തുമാവട്ടെ, അത് സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത് അവരുടെ. ഇപ്പൊ അർച്ചന പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ഉള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ഉള്ള കാര്യം പഠിപ്പിച്ചു തന്നെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു ബ്രാഞ്ച് തുറക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കേക്ക് കമ്പനിയിലാണ്. കാലിക്കറ്റ് മാത്രമേ ഉള്ളൂ ഒരു ബ്രാഞ്ച്, മലപ്പുറം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് ഒരു പ്ലാനിങ്. ആർക്കൊക്കെ വേണം? ഇപ്പൊ കറന്റ് കോഴിക്കോട് നിൽക്കുന്ന ആൾക്കാർ 2 കൗൺസിലേഴ്സ്, ഒരു കേക്ക് മേക്കർ, ഒരു ബില്ലിംഗ് സ്റ്റാഫ്, ഇങ്ങനെ ഇതിന് വരുന്ന എമൗണ്ട് കൗൺസിലർക്ക് 20,000, ഇതിന് 20,000. ഇതൊക്കെ പൈസ കൂട്ടി, ഇതൊക്കെ പ്ലാനിങ്ങാ. ഇതേപോലെ വേണം എവിടെ ഇറക്കാൻ? മലപ്പുറത്ത് ഇറക്കാൻ. അപ്പൊ അവിടെ റെന്റ് വേണം, അവിടെ അഡ്വാൻസ് കൊടുക്കണം, മന്ത്ലിയുള്ള സെയിൽസ് എത്ര വേണ്ടി വരും, ഇവർക്ക് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ടാർഗറ്റ് വേണം, ഇങ്ങനെ വെച്ചിട്ട് ഓരോ ബിസിനസിനെ കുറിച്ചിട്ടും ഓരോരുത്തരും ഉണ്ടാക്കുക. അതിൽ ഹിബ ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം, ജ്വല്ലറി ബിസിനസ്, ഹിബ ജ്വല്ലറി. മനു ഉണ്ടാക്കേണ്ടത് ഇത് ഹിബ ഉണ്ടാക്കേണ്ടത് ജ്വല്ലറി. കേൾക്കുന്നുണ്ടോ ഹിബ? ഹിബ ഇവിടെ ഉണ്ടോ? ഹിബ ജ്വല്ലറി ബിസിനസിനെ കുറിച്ച് കൊണ്ടാണ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ഫ്രം പ്ലാനിങ് ടു ഇതുവരെ വേറൊരു കമ്പനിയിലേക്ക് ബ്രാഞ്ച് ഫ്രാഞ്ചൈസി എടുക്കുന്നതോ എന്തോ ആയിക്കോട്ടെ. രണ്ടാമത്തേത് മനു. മനു ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹെൽത്ത് കെയറിലുള്ള ഒരു പരിപാടി. ഹെൽത്ത് കെയറിൽ അർച്ചന ചെയ്യേണ്ടത് ഒരു കേക്കിന്റെ ബിസിനസ്. ഓക്കെ, കേക്കിന്റെ ബിസിനസ്. നിങ്ങൾ 3 ആളും ഈ ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് നാളെ വൈകുന്നേരം 7 മണിന്റെ മുന്നായിട്ട് എനിക്ക് അയച്ചു തരണം. നാളെ വൈകുന്നേരം 7 മണിന്റെ മുന്നേ ആയിട്ട് ഇതിക്ക് നിങ്ങൾ അയച്ചു തരണം ഈ 3 ടോപ്പിക്കിനെ കുറിച്ചിട്ട്. നമ്മൾ പ്ലാനിങ് തൊട്ട് കൺട്രോളിങ് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നാണോ? എങ്ങനെയാണ് ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് എഴുതിട്ട് റിപ്പോർട്ട് പോലേക്ക് കിട്ടണം നിങ്ങൾ എഴുതിട്ട്. മനസ്സിലായല്ലോ? സിമ്പിൾ ആക്കിയിട്ട് 5 ആൾക്കാർ ഹയർ ചെയ്യുകയാണെന്നുള്ളത്, അതെങ്ങനെ ഹയർ ചെയ്യണം, കറന്റ് ഉള്ള കോസ്റ്റ് എത്രയാണ് ഒക്കെ നിങ്ങൾക്ക് ഇമാജിനേഷൻ ചെയ്യാം.
ഓക്കെ, അത് ഞാൻ പുതിയതായിട്ട് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ വേണ്ടി വരും, എന്തൊക്കെ കൂട്ടണം എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാം. ദാറ്റ് മച്ച് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി രണ്ടാമത് നമുക്ക് ഓപ്പറേഷൻ ഫങ്ഷൻസ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുക. ഒരുപാട് എടുക്കേണ്ട, അതിലും കുറെ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താവും, അത് നിങ്ങൾ കൈമന്ന് പോകും. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് ഈ ഒരു സാധനം പ്രോപ്പറായിട്ട്